കോട്ടയം കുറിച്ചി ഇഗ്നാത്തിയോസ് ക്നാനായ പള്ളിയിൽ സംഘർഷം. പാത്രിയാർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്ത മെത്രാപ്പൊലീത്ത കുർബാന ചൊല്ലിയതിൽ ഒരു വിഭാഗം പ്രതിഷേധിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എന്തായിരുന്നു ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിക്കാൻ കാരണം? എന്താണ് നിലവിലെ സാഹചര്യം? പരിക്കേറ്റയാളുടെ ആരോഗ്യനില എങ്ങനെയാണ്? പ്രവിധ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ക്നാനായ യാക്കോബായ സഭയ്ക്കുള്ളിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വലിയ തർക്കമുണ്ട്. ഒരു കൂട്ടർ പാത്രിയാർക്കീസിനെ അംഗീകരിക്കുന്നു, മറുകൂട്ടർ സമുദായ മെത്രാപ്പൊലീത്തയെ അംഗീകരിക്കുന്നു. ഈ ഒരു തർക്കമാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സഭയ്ക്കുള്ളിൽ ഉണ്ടായത്. ഏറ്റവും അവസാനം ഈ സമുദായ മെത്രാപ്പൊലീത്തയെ പാത്രിയാർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്നാണ് സഭയ്ക്കുള്ളിൽ വലിയ തർക്കമുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഈ സഹായ മെത്രാന്മാരെ ഈ സമുദായ മെത്രാപ്പൊലീത്ത അസോസിയേഷൻ, മലങ്കര അസോസിയേഷനും സസ്പെൻഡ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് സമുദായ മെത്രാപ്പൊലീത്ത ഈ പള്ളിയിൽ കുറിച്ചി ഇഗ്നാത്തിയോസ് പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയത്. അപ്പോൾ എതിർ വിഭാഗത്തിലുള്ളവർ ഇത് തടയുകയായിരുന്നു. ഇതേ ചൊല്ലി ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെയാണ് പാത്രിയാർക്കീസിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയുടെ, റിജോ എന്ന് പറയുന്ന വ്യക്തിയുടെ തലയ്ക്ക് പരിക്കേറ്റത്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസിന്റെ കൺട്രോളിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സഭയ്ക്കുള്ളിൽ നിൽക്കുന്ന ആ ഒരു തർക്കത്തിന്റെ ബാക്കിപത്രം എന്ന നിലയ്ക്കാണ് ഇന്നത്തെ ഈ ഒരു സംഘർഷവും എന്ന് വേണം പറയാൻ. പ്രവിധ, ശരി, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.